കൊച്ചി നഗരത്തിലെത്തുന്നവർ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു പ്രദേശമാണ് മറൈൻ ഡ്രൈവ്. കൊച്ചി നഗരത്തിൻ്റെ മുഖമെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. എന്നാൽ ഒരുപാട് കാലം വളരെ ശോചനീയാവസ്ഥയിലൂടെയായിരുന്നു മറൈൻ ഡ്രൈവ് കടന്നുപോയിരുന്നത്. 2019 രഞ്ജിത്ത് തമ്പി എന്ന വ്യക്തി ഒരു പൊതു താൽപര്യ ഹർജി നൽകുന്നു. ഒടുവിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് മറൈൻ ഡ്രൈവ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനായി. ഇപ്പോൾ രഞ്ജിത്ത് തമ്പി നമുക്കൊപ്പമുണ്ട്. എന്തായിരുന്നു, അതായത് ഈ ശോചനീയാവസ്ഥ കണ്ടുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്? 2015 തൊട്ട് തന്നെ വളരെ മോശം അവസ്ഥയായിരുന്നു. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഇവിടെ വേസ്റ്റ് അക്യൂമുലേറ്റ് ചെയ്ത് കിടക്കുകയായിരുന്നു. അതുപോലെ ഇവിടെ ടൈൽസ് എല്ലാം മോശമായിരുന്നു. ഇവിടെ ഒത്തിരി ആൻറ്റി സോഷ്യൽ എലമെൻറ്റ്സ്, അതായത് അവരുടെ ഒരു കേന്ദ്രമായി മാറി. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ GCDയോടും കോർപ്പറേഷനോടൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവരൊന്നും അത് കേൾക്കാൻ തയ്യാറായില്ല. അങ്ങനെയാണ് കോടതിയിൽ പോയി ഒരു പൊതു താൽപര്യ ഹർജി 2019 ഫയൽ ചെയ്തത്. അപ്പോൾ കോടതി അത് ഹർജി ഫയൽ ചെയ്തപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും ഇവർക്ക് നോട്ടീസ് അയക്കുകയും അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് അവരാദ്യം ചെയ്തത് ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് മെറീൻ ഡ്രൈവിലെ ആദ്യത്തെ പോലീസ് എയ്ഡ് പോസ്റ്റ് വരുന്നത്. അപ്പം അപ്പോഴും ഉള്ള ഒരു വലിയ പ്രോബ്ലം മെറീൻ ഡ്രൈവിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. അപ്പം മെറീൻ ഡ്രൈവിൻ്റെ ബ്യൂട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ GCDയിൽ ഫണ്ട്സ് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒത്തിരി ഓക്കേഴ്സ് ഉണ്ടായിരുന്നു, കയ്യേറ്റക്കാർ. അപ്പോൾ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാനുള്ള ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അത് ഏത് രീതിയിലായിരിക്കും അതിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക? അല്ല, ഇപ്പോഴും മെറീൻ ഡ്രൈവ് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും മെറീൻ ഡ്രൈവിൽ ഇപ്പോഴും ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് ഇതിൻ്റെ മെയിൻ്റനൻസിൻ്റെ. അപ്പോൾ ആ മെയിൻ്റനൻസ് റെഗുലറായിട്ട് ചെയ്യണം. അത് ചെയ്യാൻ ഇത് വളരെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. മെറീൻ ഡ്രൈവിൻ്റെ നീളം 2.4 കിലോമീറ്ററാണ്. അപ്പം ഒരു എയ്ഡ് പോസ്റ്റ് കൊണ്ട് മാത്രം അത് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 2 എയ്ഡ് പോസ്റ്റ് എങ്കിലും മെറീൻ ഡ്രൈവ് വാക്ക് വേ വേണം. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടും മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് മനസ്സിലാക്കാനും അവർക്ക് വേണ്ട ആക്ഷൻ എടുക്കാനും സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എല്ലാ മാസവും മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട്, അപ്പോൾ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ടൈൽസൊക്കെ ചിലത് പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പ്രോബ്ലംസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് കറക്ഷൻസ് ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊച്ചി നഗരം സംരക്ഷിക്കാനായിട്ട് ഇവിടുത്തെ പൗരന്മാർ തന്നെ രംഗത്തെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാറ്റങ്ങൾ സംഭവിക്കണമെന്ന് തന്നെയാണ് ഇദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.